നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അവൾ പറഞ്ഞതാ, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവൾക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല. ഭയങ്കര ദേഷ്യപ്പെടും, ചെറിയ കാര്യങ്ങൾക്ക് വലിയ വാശി കാണിക്കും, കുറ്റപ്പെടുത്തും. അങ്ങനെ ഒരു കരുണയും അവളോട് കാണിച്ചിട്ടില്ലാത്ത ഒരമ്മ. അമ്മയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവൾക്ക് നല്ല ഓർമ്മകളേ ഇല്ല. എന്നിട്ട് അവൾ പറയാ, അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഒരു 8 മാസമൊക്കെ ഉള്ള സമയത്ത് അവൾക്ക് വല്ലാതെ വേദന എടുത്തു. ഭയങ്കര വേദന എടുത്ത് അവസാനം ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് അവൾ കിടന്ന് പതുക്കെ ഉറങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയിട്ട് അവൾ മെല്ലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരാന്നറിയോ? അമ്മ. അമ്മ അവളെ മെല്ലെ ഇങ്ങനെ തലോടി കൊടുക്കുക. അവൾ മെല്ലെ കണ്ണ് തുറന്നപ്പോൾ അമ്മയാണ് എന്ന് മനസ്സിലായപ്പോൾ അവൾ അങ്ങനെ കിടന്നു. ആ തലോടൽ കിട്ടാൻ വേണ്ടിയിട്ട്, കുറേ സമയം കിട്ടാൻ വേണ്ടിയിട്ട് അവൾ അവിടെ തന്നെ കിടന്നു. അമ്മ കുറേ സമയം തലോടി കൊടുത്ത്. ആ രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ അവൾ പറയണത് എന്താണെന്നറിയോ? അമ്മ മരിച്ചു. അമ്മ കുറച്ചു കാലം കഴിഞ്ഞ് മരിച്ചു. എന്നിട്ട് അവൾ പറയാ, അമ്മ എനിക്ക് നല്ല ഓർമ്മകളൊന്നും തന്നില്ല, വലിയ രീതിയിൽ എന്നെ വേദനിപ്പിക്കുകയും ചെയ്തു. എന്നാലും അമ്മ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ മനസ്സിൽ ആ വേദനിപ്പിച്ച ഓർമ്മകളൊക്കെ മാഞ്ഞുപോയി. ആ പാതിരാത്രിയിലെ തലോടൽ മാത്രം ബാക്കിയായി. ഒരു പാതിരാത്രിയിലെ ഒറ്റ തലോടൽ മാത്രം ബാക്കിയാവുകയും ബാക്കിയുള്ളതൊക്കെ മാഞ്ഞു പോവുകയും ചെയ്തു. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ, ഏത് ബന്ധമാണെങ്കിലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണെങ്കിലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതാണെങ്കിലും, അയൽക്കാർ തമ്മിലുള്ളതാണെങ്കിലും, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും, എന്താണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ഏത് ബന്ധത്തിലും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. പലതരം വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വാങ്ങുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു സാധനം മാത്രമേ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാവുകയുള്ളൂ. അതെന്താണെന്നറിയോ? അത് കാരുണ്യമാണ്. കുറച്ച് ദിവസം മുന്നേ എന്നോട് എൻ്റെ കൂടെയുള്ള ആള്, അവളെ റമി എന്നാണ് വിളിക്കുക, അവളെന്നോട് ചോദിച്ചു, നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കത് കേൾക്കാൻ ഭയങ്കര ആവേശമായി. എന്നോട് അവൾക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണ് എന്നറിയാൻ എനിക്ക് ഭയങ്കര കൗതുകമായി. അപ്പം ഞാൻ ചോദിച്ചു, എപ്പോഴാണ് എന്നോട് ഏറ്റവും സ്നേഹം തോന്നാറുള്ളത്, എപ്പോഴാണ്? അപ്പം എന്നോട് പറഞ്ഞു, അവർ രാത്രി നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്ത് പേടിച്ച് കരയും, പേടിച്ച് ഉണരും. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പേടിച്ച് ഉണരും. കുട്ടിക്കാലം മുതലുണ്ട് അവർക്കത്. അങ്ങനെ പേടിച്ച് ഉണരുന്ന സമയത്ത് അവൾ എന്നോട് പറയാ, നിങ്ങളിൻ്റെ അടുത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കും. ഞാൻ അങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ എന്നെ ഇങ്ങനെ കൊട്ടും. ആ സമയം എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്ന സമയമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ, ഇങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നതിൽ എനിക്ക് ഏറ്റവും സമാധാനം തോന്നുന്ന സമയം അതാണ്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനും ആ പെൺകുട്ടിയും തമ്മിൽ ഏതെല്ലാം ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുകളുമായിട്ട് എന്തെല്ലാം ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ പതുക്കെ പതുക്കെ മറഞ്ഞു പോവുകയും
ഒരേ ഒരു ഫീലിംഗ് മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നു. അതിൻ്റെ പേരാണ് കരുണ. ഈ കാരുണ്യം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുള്ളൂ. അതാ, കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതൊരു മനുഷ്യനാണ്, മലക്കല്ല. മനുഷ്യനാകുമ്പോൾ അയാൾക്ക് തെറ്റുകൾ പറ്റും, അയാൾക്ക് പോരായ്മകൾ ഉണ്ടാവും. ഒരേ ആളോട് തന്നെ പിന്നെയും പിന്നെയും നമ്മൾ പുറത്തു കൊടുക്കേണ്ടി വരും. ഒരേ ആൾക്ക് തന്നെ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കേണ്ടി വരും. അതെന്തുകൊണ്ടാ? ഇയാൾ മനുഷ്യനായതുകൊണ്ടാണ്. നമ്മൾ സാധാരണ പറയില്ലേ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെയൊക്കെ സ്നേഹം ശരിക്ക് അറിയാനുള്ള മാർഗം എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു വലിയ നഷ്ടം വന്നു, സാമ്പത്തിക നഷ്ടം വന്ന് നമ്മളാകെ പാപ്പരായ സമയത്ത് നമ്മുടെ കൂടെ ആരുണ്ട്, അങ്ങനെയല്ലേ നമ്മൾ പറയാം. നമ്മുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടാകുമ്പോൾ കുറേ ആളുകളുണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിൽ പൈസ കുറയുമ്പോഴോ അധികം ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ശരിക്കും നമ്മുടെ കൂടെ ഉള്ളത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. നമ്മുടെ കൂടെ ഉള്ള ആളുകളിൽ ആരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ നമ്മളെ വില വെക്കുന്നത്, നമുക്കൊരു വില തരുന്നത് ആരാണ് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, നമ്മൾക്കൊരു തെറ്റു പറ്റിപ്പോയി, നമ്മളൊരു തെറ്റ് ചെയ്തു, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ അടുത്ത് നിന്ന് ഒരബദ്ധം വന്നു, നാട്ടുകാർ മുഴുവനും നമ്മുടെ കൈയൊഴിയും, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ അപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ കൈവിടാത്ത ഒന്നോ രണ്ടോ മനുഷ്യരുണ്ടാവും. നമ്മൾ ചെയ്ത തെറ്റിനെ അല്ല, നമ്മൾ ചെയ്തത് തെറ്റന്നെയാണ്, അതിനെ അവർ ന്യായീകരിക്കൊന്നുമില്ല. പക്ഷെ നമ്മളെ കൈവിടാതിരിക്കുന്ന മനുഷ്യരില്ലേ, അവരാണ് ശരിക്കുള്ള നമ്മുടെ മനുഷ്യൻ. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ആള് മനുഷ്യനാണ്. മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അയാൾക്ക് പോരായ്മകൾ ഉണ്ടാവുക എന്നാണ്. ബൈബിളിൽ ഒരു കഥയുണ്ട്. ഒരു രാജാവിൻ്റെ കഥയാണ് കേട്ടോ, നിങ്ങൾ ശരിക്കും കേൾക്കണേ. ഒരു രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്ന ഒരാളെ കുറിച്ചുള്ള കഥയാണ്. ഒരു രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുകയാണ്. രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. രാജാവിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ശരീരഭാഗങ്ങളും ഇരുമ്പ് കൊണ്ട്. പക്ഷെ ഒരു സാധനം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല, ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല. ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നറിയോ? കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കളിമണ്ണിൻ്റെ പ്രശ്നം എന്താണ്? എവിടെങ്കിലും തട്ടുമ്പോഴേക്ക് പൊട്ടിപ്പോവും അല്ലേ? അങ്ങനെ ഉണ്ടാക്കിയ അവയവം ഏതാണെന്നറിയോ? കാൽപാദം. കാൽപാദല്ലേ? ശരിക്കും കാൽപാദമല്ലേ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത്? നമ്മുടെ എല്ലാ ശരീരഭാരവും കാൽപാദത്തിലേക്കല്ലേ പോവാ. അപ്പൊ കാൽപാദമല്ലേ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത്? എന്നാൽ പകരം മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കുകയും കാൽപാദം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കും? രാജാവിൻ്റെ ശില്പമാണെന്ന് ആലോചിക്കണം. എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര പ്രസിദ്ധനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും, ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കാൽപാദമാണ് ഏതൊരു മനുഷ്യൻ്റേതും. എത്ര വലിയ മനുഷ്യനാണെങ്കിലും അയാൾ ചെറിയ ചെറിയ പ്രലോഭനങ്ങളിൽ, ചെറിയ ചെറിയ വശീകരണങ്ങളിൽ, ചെറിയ ചെറിയ കൊതികളിൽ വീണുപോയേക്കാം. ചെറിയ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകാൻ മാത്രം ദുർബലമായ കാൽപാദമാണ് ഏതൊരു മനുഷ്യനും ഉള്ളത്. അതാണ് ബാലേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലൊരു പാട്ടുണ്ട്. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ്. നെടുമുടി വേണുവാണ് അച്ഛൻ. അച്ഛൻ മരിച്ചു. അതിൻ്റെ പിറ്റേന്ന് അച്ഛനെക്കുറിച്ച് ആലോചിച്ച്
മോഹൻലാലിൻ്റെ കഥാപാത്രം പാടുന്ന പാട്ടിലെ ഒരു വരി ഇങ്ങനെയാണ്, എന്താണെന്നറിയോ? ഓരടി തെറ്റുമ്പോൾ കൈതന്ന് കൂടെ വന്നു. കാൽപാതേ, നമ്മുടെ കാലടിയില്ലേ, ഓരടി തെറ്റുമ്പോൾ കാലടി ഓരോന്നായി പലപ്പോഴും തെറ്റിപ്പോവും. അങ്ങനെ ഓരടി തെറ്റുന്ന സമയത്ത് കൈ തന്ന് കൂടെ വന്നു. ഇതൊരു കുട്ടിയുടെ കുഞ്ഞിക്കാലടികൾ മാത്രമല്ല, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു എന്നാണ്. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റുക. എനിക്കിപ്പോൾ 40 വയസ്സായി, എൻ്റെ കാലടികളും തെറ്റും. 60 വയസ്സായി, നിങ്ങളുടെ കാലടികളും തെറ്റും. 50 വയസ്സായി, നിങ്ങളുടെ കാലടികളും തെറ്റും. അങ്ങനെ തെറ്റുന്ന സമയത്ത്, നമ്മൾ പിഴയ്ക്കുന്ന സമയത്ത്, നമുക്ക് അബദ്ധങ്ങൾ വരുന്ന സമയത്ത് കൈ തന്ന് കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനുണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ല. നാട്ടുകാർ മുഴുവനും കൈയൊടിയും. എല്ലാവരും കൈയൊഴിയുമ്പോഴും നമ്മളെ കൂടെ വേണ്ടേ 1-2 ആളുകൾ. ചില ആളുകൾ വലിയ തെറ്റൊക്കെ ചെയ്യുന്ന, ക്രൈമൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നെ പത്രക്കാരൊക്കെ അവരുടെ വീടുകളിലേക്ക് ചെല്ലും. വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ഒക്കെ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുക? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല എന്ന് പറയും, അല്ലേ? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല. അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ ആ സുഹൃത്ത് പറയും, ഞങ്ങൾക്കിനി അങ്ങനെ ഒരു സുഹൃത്തില്ല എന്ന് പറയും. എടാ, അത് പറയാൻ എന്തിനാണ് അവരുടെ ആവശ്യം? അത് നാട്ടുകാർ മുഴുവൻ പറയണില്ലേ? എനിക്കങ്ങനെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറയാൻ ആരുണ്ട്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനുണ്ട്, അവന് തെറ്റുപറ്റിപ്പോയി, അതിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരു വാപ്പയോ ഉമ്മയോ ഉണ്ടെങ്കിൽ അവരാണ് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ മാടി വിളിക്കുന്ന മനുഷ്യർ. പ്ലീസ് കം ബാക്ക്, മടങ്ങി വരൂ എന്ന് പറയാൻ നമുക്കൊരു മനുഷ്യൻ വേണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? തെറ്റുപറ്റാത്ത മനുഷ്യരാണോ കൂടെ ഉള്ളത്? ആണോ? ഒരു തെറ്റും പറ്റാത്ത, ഒരു കുഴപ്പവും ഇല്ലാത്ത മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ എന്ത് സുഖമായിരിക്കും. പക്ഷേ ആകാശത്തിൻ്റെ ചുവട്ടിൽ, ഭൂമിയിൽ അത് നിങ്ങളോ ഞാനോ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് നടക്കൂല. തെറ്റുപറ്റാത്ത, കുഴപ്പങ്ങളില്ലാത്ത മനുഷ്യരുടെ കൂടെ നിൽക്കുക എളുപ്പമാണ്, പക്ഷേ അത് ഭൂമിയിൽ നടക്കൂല. അതുകൊണ്ട് എന്ത് വേണ്ടി വരും? പിന്നെയും പിന്നെയും മനുഷ്യന് മാപ്പ് കൊടുക്കേണ്ടി വരും.